ഞങ്ങളെല്ലാവരും കൂടി ഒരു ഷോർട്ട് ട്രിപ്പ് പോവുക, പാലക്കയം തട്ട്. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നോക്കി ഇന്ന് തന്നെ പോയി വരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ സെലക്ട് ചെയ്താണ് പാലക്കയം തട്ട്. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ചാടി പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ ഈ ആനേനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇവക്കിങ്ങനെ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പിന്നെയും തിരിച്ചു വന്ന് അവൾക്ക് ആനേനെ കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ മുഖം നോക്കിക്കേ, അതിനെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ അതെല്ലാം കണ്ടു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു ഷോപ്പിലൊക്കെ നിർത്തി ചായ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങോട്ടേക്ക് പോണ റോഡ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റോട്ടിൽ കൂടി കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോക്കറ്റ് റോഡിലേക്ക് കയറും കേട്ടോ. താഴെ മുതൽ അതിൻ്റെ അവിടെ എത്തുന്നവരെ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. പിന്നെ കുറച്ചങ്ങോട്ട് മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ, രണ്ട് സൈഡിലേക്കുള്ള വ്യൂ കാണാൻ വേണ്ടി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാർമേഘമുണ്ട്, നല്ല കാർമേഘമുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ അങ്ങ് മുകളിലെത്തി കഴിയുമ്പോൾ പിന്നെ രണ്ട് സൈഡിലും ഇതേപോലെ പുല്ലുകളുണ്ട്. അപ്പോൾ പിന്നെ വേറെ തന്നെ ഒരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അവിടെ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അക്ഷയ അവിടെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് എല്ലാം എടുത്ത് ഇനി ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പം തന്നു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇവിടെ എത്തി അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ കയറി കുറച്ച് അങ്ങോട്ട് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴ, നമുക്ക് കുടയിലൊന്നും അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നനയാതെ ഇതാക്കാൻ പറ്റും. ഭയങ്കര മഴയായിരുന്നു. കുട കൊണ്ട് ഒരു കാര്യമില്ല, കാരണം നല്ല കാറ്റാണ്, മേല് മുഴുവനായിട്ടും നനയും. അപ്പോൾ അക്ഷയ് കുഞ്ഞിനെയും കൊണ്ട് ആദ്യമേ വേഗം പോയി മുകളിൽ ഏകദേശം മിഡിലായിട്ടൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്, ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവർ അവിടെ കയറി നിന്നു. ഞങ്ങളും ഓടി അവിടെ എത്തി. ഫുള്ള് നനഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ മഴ പെയ്യുന്നതാണ് കേട്ടോ ഇത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ആകെ നനഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതേ മഞ്ഞൊക്കെ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു വെയിലുണ്ട്. അധിക നേരം മഴ ലാസ്റ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ തീർന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും മുകളിൽ പോയിട്ട് വരുന്നവരാട്ടോ, അവർ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ നല്ല മഴ പെയ്തതുകൊണ്ട് ഞങ്ങളിനി മുകളിലേക്ക് കയറുന്നില്ല, കാരണം കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ പോകുമ്പോൾ പിന്നെയും മഴ പെയ്താലോ. നല്ല തണുപ്പും ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്ന കാറ്റ്, അത് കണ്ടപ്പോഴത്തേക്കും തന്നു ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കാറ്റടിച്ചപ്പോൾ. അപ്പോൾ ഇത്ര കാറ്റും മഴയും ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് മറ്റേ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സ്പോട്ട്, അവിടെ പോയി നിന്നു. താഴേക്ക് കുറച്ച് നേരം നോക്കി നിന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്. കാറ്റ് വീശുന്നുണ്ടോ, അത്ര കാറ്റാണ്. അതുകൊണ്ടാണ് ഈ പുല്ല് ഇങ്ങനെ കിടന്ന് ആടുന്നത്. പിന്നെ ഞാൻ എൻ്റെ തന്നു ബേബീനെ കുറച്ച് നേരം അവിടെ കൊണ്ട് നിർത്തി താഴേക്കൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് കുറച്ച് ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും മഴ പിന്നെയും പൊടിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓടി താഴെ എത്തി. ഇത് ഏറ്റവും താഴെയാണ് കേട്ടോ. നമ്മൾ ആ വണ്ടി പാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റോഡിൻ്റെ സൈഡാണ്. മുകളിൽ കയറാൻ പറ്റാത്ത ക്ഷീണം മാറ്റാൻ വേണ്ടി എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ പോയി നിന്ന് കുറച്ച് നേരം ആ ഒരു എന്താ പറയുക സീനറിയൊക്കെ കണ്ടു. മുകളിൽ വരെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ലതായിരുന്നു. മുകളിലെത്തി ഇതിലും നല്ലതായിരിക്കും, പക്ഷേ മഴ പെയ്തല്ലോ. പക്ഷെ എന്നാലും ഇതും ഒരു രസമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ക്ലൈമറ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ. തന്നു പറയുന്നത് താഴെ ആനയുണ്ടെന്നാണ്. വരുന്ന വഴിക്ക് ഒരു ആനേനെ കണ്ടപ്പോൾ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ആനയുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ.
പോകുമ്പോഴും കണ്ടോ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് സമയം ഇനിയും നിൽക്കണ്ട, വല്ല പനിയെങ്ങാൻ വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിനി വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇനി മഴയൊക്കെ മാറിക്കഴിഞ്ഞ് വെയിലുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വരാം എന്ന പ്ലാനിൽ ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്നാലും കുഴപ്പമില്ല, അതൊരു നല്ല ട്രിപ്പായിരുന്നു. ഫാമിലിയായിട്ട് കുറേ സമയം നല്ല കുറച്ച് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിൻ്റെ മുകളിൽ ചെന്നിട്ട് അങ്ങനെ മഴ പെയ്തെങ്കിലും കാറ്റടിച്ചെങ്കിലും അതും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.